എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പോർച്ചുഗൽ വേഴ്സസ് സ്പെയിൻ. അങ്ങനെ പോർച്ചുഗൽസ് മോർച്ചറിയിലായിരിക്കുകയാണ്. ഈ പ്രാവശ്യവും പോർച്ചുഗൽസിന് ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനലോ അല്ലെങ്കിൽ അടുത്ത മത്സരത്തിലേക്കോ കടക്കാൻ കഴിഞ്ഞില്ല. അവരും പ്രീ ക്വാർട്ടർ കാണാതെ പുറത്തായിരിക്കുകയാണ്. ഇതിപ്പോൾ 6ാമത്തെ തവണയാണെന്ന് തോന്നുന്നത് പോർച്ചുഗൽസ് കളിക്കുന്നത്, വേൾഡ് കപ്പ് കളിക്കുന്നത്. ഇതുവരെയും ഒന്ന് സെമി ഫൈനലിൽ പോലും എത്താനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. റൊണാൾഡോയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്റെ ആഗ്രഹങ്ങളൊന്നും ഈ ജന്മം നടക്കാൻ പോണില്ല. ഞാൻ ഇവിടുന്ന് ചാടി ചാവും. നിന്റെ അമ്മയെ കെട്ടിക്കാൻ എന്റെ മുസ്ലിം നിനക്ക് മനസ്സിലാവും. നീ പോടാ മലേഷ്യ പോയി. ഒരു ഗോളിനാണ് പോർച്ചുഗൽസ് തോറ്റത്. അവസാന 90ാമത്തെ മിനിറ്റ് കഴിഞ്ഞ് 6 സെക്കൻഡ് ആയപ്പോഴാണ് സ്പെയിൻ ഗോളടിച്ചത്. മെറിനോ എന്ന് പറഞ്ഞ ആളാണ് ഗോളടിച്ചത്. അതോടെ ആ ഗോള് വീണതോടെ സ്പെയിൻ ആരാധകർ വല്ലാത്തൊരു ആഘാതത്തിലായിരുന്നു. കളി കഴിഞ്ഞ് വല്ലാത്തൊരു ഇതായിപ്പോയി. റൊണാൾഡോയുടെ ഒരു വിഷമിക്കുന്ന ഒരു മുഖം ടി വിയിൽ കുറച്ച് നേരം വലിയ സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞു. കുറച്ച് നേരം. കാരണം റൊണാൾഡോയുടെ ഒരു ആഗ്രഹമാണല്ലോ കപ്പ് നേടുക. കാരണം ബ്രസീൽ അതുപോലെ തന്നെ സ്പെയിൻ ഒരു തവണയെങ്കിലും കപ്പ് കൊണ്ടുപോയിട്ടുണ്ട് 2010. ഇതുവരെയും പോർച്ചുഗൽസിന് ഒന്ന് സെമി ഫൈനലോ അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനലോ ഒന്നിലും കയറാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഓരോ കളി ജയിക്കുമ്പോഴും സമനിലയിൽ എത്തുമ്പോഴും പ്രതീക്ഷയാണ് ഇത്തവണയെങ്കിലും നേടാൻ കഴിയുമെന്ന്. പക്ഷേ ആ പ്രതീക്ഷയെല്ലാം ഇന്ന് വെളുപ്പിനയോടെ അവസാനിച്ചിരിക്കുകയാണ്. ഇങ്ങനെ 2026 ഫിഫ വേൾഡ് കപ്പ് മത്സരത്തിൽ നിന്ന് പോർച്ചുഗൽസ് പുറത്തായിരിക്കുന്നു. ഇന്നലെ ബ്രസീലായിരുന്നു, ഇന്ന് പോർച്ചുഗൽസ്. ഇന്ന് രാത്രി 9:30 അർജൻറ്റീന വേഴ്സസ് ഈജിപ്റ്റ് ആ കളി നടക്കുന്നു. അതിൽ തീർച്ചയായിട്ടും അർജൻറ്റീന തന്നെ ജയിക്കത്തുള്ളൂ. കാരണം ഈജിപ്തിൻ്റെ കാര്യം അങ്ങനെയൊന്നും നമുക്കറിയത്തില്ല. അർജൻറ്റീനയ്ക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ് ഇത്. ഈജിപ്റ്റ് തോക്കാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെ അർജൻറ്റീന ജയിച്ച് പ്രീ ക്വാർട്ടറിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ തവണയും അവർ തന്നെ കൊണ്ടുപോകും. 2026 ഫിഫ വേൾഡ് കപ്പിൽ നിന്ന് പോർച്ചുഗൽസ് പുറത്തായിരിക്കുന്നു. വിഷമമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നിസ്സാരമായിട്ടുള്ള ടീമുകൾ വരെ കപ്പ് കൊണ്ടുപോയിട്ടുണ്ട്. സ്പെയിൻ വരെ ഒരു തവണയെങ്കിലും കപ്പ് തൂക്കിയിട്ടുണ്ട്. പക്ഷേ പോർച്ചുഗൽസ് ഇത്രയും പ്ലെയേഴ്സുള്ള, പ്രത്യേകിച്ചും ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ ഉള്ള ടീമിന് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ വലിയൊരു കുറച്ചിൽ തന്നെയാണ് അവർക്ക്. എല്ലാ ആരാധകരും വളരെ രീതിയിൽ നിരാശയാണ് പോർച്ചുഗൽസിൻ്റെ. ഇനി ഇന്നത്തെ കളി അർജൻറ്റീന ജയിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗൽസിനും അതുപോലെ തന്നെ ബ്രസീൽ ആരാധകർക്കൊക്കെ വളരെ വിഷമമായിരിക്കും. എനിക്ക് കിട്ടിയില്ല, നിനക്കും കിട്ടാൻ പോകുന്നില്ല, അവസാനം നീ കരയും. ആ അവസ്ഥയാണ് ഇന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും ഇന്നലെ നെയ്മറിൻ്റെയും കണ്ടത്. റൊണാൾഡോ ഇപ്പോൾ ഒന്നും വിരമിക്കത്തില്ലെന്ന് തോന്നുന്നു. ഒരു തവണയെങ്കിലും കപ്പ് കൊണ്ടുപോകാൻ ശ്രമിക്കും. കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ വിരമിക്കുമായിരിക്കും. പക്ഷെ കിട്ടാൻ വേണ്ടിയിട്ട് അടുത്ത 30 ശ്രമിക്കും. അപ്പം പോർച്ചുഗൽസ് ശവമായിരിക്കുകയാണ്. അവരിപ്പോൾ മോർച്ചറിയിലാണ്. ഇനി 2030 ഇനി അത് തിരിച്ചു വരുന്നത്, കുഴിമാന്തി പുറത്തോട്ടെടുക്കുന്നത്. അപ്പോൾ അന്ന് എന്തെങ്കിലും ഒരു പ്രതീക്ഷ നമുക്ക് കൊടുക്കാം അവരുടെ മേൽ. അപ്പോൾ ഇന്ന് രാത്രി 9:30 അർജൻറ്റീന വേഴ്സസ് ഈജിപ്തിൻ്റെ മാച്ചുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാണണം എന്ന് ഞാൻ നിർബന്ധിക്കുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാവരും കാണും. അപ്പം മറക്കാതെ കൃത്യം 9:30 തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്നാലേ ആ കളിയുടെ ആ ഒരു ഓളം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ലൊരു പ്രതീക്ഷയോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ